അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിവസവും ദൈവത്തിന് ദാനമാകിയാൽ ഇന്നത്തെ ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ അടുത്ത സമയത്ത് ധാരാളം ക്ലാസുകൾ ആത്മീയ ഗോളത്തിലും അല്ലാതെയും നാം കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. ഇതിൻ്റെയൊക്കെ വിഷയമെന്ന് പറയുന്നത് വിജയകരമായ ജീവിതം എന്നുള്ളതാണ്. ജീവിത വിജയം എങ്ങനെ നേടാം? കുട്ടികൾക്ക് ധാരാളം ക്ലാസുകൾ സ്കൂളുകളിലും കോളേജുകളിലുമായി നൽകാറുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്ത് മനഃശാസ്ത്രപരമായി ധാരാളം ക്ലാസുകൾ കുട്ടികൾക്ക് വേണ്ടി നൽകാറുണ്ട്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമെടുത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഇവരൊക്കെ നൽകുന്നതായ മോട്ടിവേഷണൽ ക്ലാസുകൾ കുട്ടികൾക്ക് യഥേഷ്ടം ലഭിക്കുന്നു. എങ്ങനെ ജീവിത വിജയം നേടാം എന്നുള്ളതാണ് മിക്ക പ്രസംഗങ്ങളുടെയും ക്ലാസുകളുടെയും വിഷയം എന്ന് പറയുന്നത്. ഈ ക്ലാസുകളൊക്കെ ലഭിക്കുന്ന കുട്ടികൾ ജീവിത വിജയം നേടുന്നുണ്ടോ എന്നുള്ളത് നാം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുൻപെങ്ങുമില്ലാത്ത നിലയിൽ അധപ്പതിച്ചതായ ഒരു സമൂഹത്തെയാണ് നാം ഈ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരവരുടെ ജീവിതത്തെ എങ്ങനെ വിജയത്തിലേക്ക് നയിക്കാം എന്നുള്ളത് ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. തൽക്കാലം സെക്യുലർ ഫീൽഡിനെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആത്മീയ ഗോളത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്നതായ അതിപ്രധാനമായൊരു വിഷയമാണ് ജീവിത വിജയം എന്നുള്ളത്. എന്താണ് വാസ്തവത്തിൽ ഈ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ? കൃത്യമായ ഒരു ഉദാഹരണം ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്, സോ ഹി ബിക്കെയിം എ സക്സസ്ഫുൾ മാൻ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. യോസേഫിനോട് കൂടെ വലിയവനായ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ യോസേഫ് എന്തുകൊണ്ടാണ് ഒരു പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടത്? എന്തുകൊണ്ടാണ് യോസേഫിനെ സഹോദരന്മാർ ഇശ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞത്? എന്തുകൊണ്ടാണ് യോസേഫ് കാരാഗ്രഹത്തിൽ 2 വർഷത്തോളം കിടക്കേണ്ടതായി വന്നത്? എന്തുകൊണ്ടാണ് യോസേഫ് ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായി വന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായും ചോദിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതായ ഒരു കാര്യം, യഹോവയായ ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ പരാജയങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാകാതെ എപ്പോഴും സന്തോഷകരമായി എപ്പോഴും സമൃദ്ധിയായി ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം എന്നുള്ളതാണ്. അടുത്ത സമയത്ത് വിശ്വാസികളെ ധാരാളം ആകർഷിക്കുന്നതായ ഒരു കാര്യമാണ് ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി ഗോസ്പൽ. അവർ പഠിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷം, എപ്പോഴും സമാധാനം, കടങ്ങളെല്ലാം തീരുന്നു, സമൃദ്ധി ഉണ്ടാകുന്നു, എപ്പോഴും ആനന്ദം, അങ്ങനെ ജീവിതം എൻജോയ് ചെയ്യുന്ന ഒരു വലിയ അനുഭവത്തെപ്പറ്റി പഠിപ്പിക്കുന്നതാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത്. അവിടെ കഷ്ടതയില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, ഞെരുക്കങ്ങളില്ല, മറ്റ് യാതൊരുവിധ ക്ഷീണങ്ങളുമില്ല, എപ്പോഴും സമൃദ്ധി മാത്രം. അവിടെ പ്രസംഗിക്കുന്നത് എപ്പോഴും എന്താണ്? നിങ്ങളുടെ കഷ്ടത ദൈവം മാറ്റുന്നു, നിങ്ങളുടെ രോഗം മാറ്റിത്തരുന്നു, ക്ഷീണം മാറ്റിത്തരുന്നു, നിങ്ങൾക്ക് സമൃദ്ധി തരുന്നു, നിങ്ങളെ വാലല്ല തലയാക്കുന്നു. അങ്ങനെ അങ്ങോട്ട് ബൈബിളിലെ ചില പ്രത്യേകമായ ഭാഗങ്ങൾ എടുത്ത് മനുഷ്യനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ളതായ സന്ദേശങ്ങളാണ് അവിടെ നൽകുന്നത്. ഇതെല്ലാവരെയും സ്വാധീനിക്കുന്നതായ ഒരു സന്ദേശമാണ്. കാരണം ജീവിതത്തിലെ കഷ്ടത മാറാനും പ്രയാസം മാറാനും ബുദ്ധിമുട്ട് മാറാനും ഒരുപാട് സമൃദ്ധി ലഭിക്കാനും ഒക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യരാരാണ്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എല്ലാവരും ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ പിന്നാലെ പോകും, സ്വാഭാവികമാണ്. പക്ഷെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകൾ നിറഞ്ഞ ജീവിതമാണ് എന്നുള്ളതത്രേ.
അവിടെ കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്, പ്രയാസമുണ്ട്, രോഗമുണ്ട്, ക്ഷീണമുണ്ട്. അങ്ങനെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും ഉള്ളതായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ ദൈവവചനം പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് സകല കഷ്ടങ്ങളിലും പ്രശംസിക്കുവാനിടയാകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതാണ് യഥാർത്ഥമായ ദൈവ സാന്നിധ്യമുള്ള ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം പാടാറുള്ളത്, കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. കർത്താവേ, എനിക്ക് ശക്തി നൽകി എന്നെ ഭക്തിയിൽ പൂർണ്ണനാക്കണമേ എന്ന് പാടുവാൻ ഇടയാകുന്നതിൻ്റെ കാരണം അതാണ്. കഷ്ടതയിലും പാട്ടുപാടുവാൻ നമുക്ക് സാധിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം. സഹോദരന്മാർ യോസേഫിനെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിട്ടപ്പോൾ അത്ര സുഖകരമായ ഒരു അനുഭവമല്ലായിരുന്നു തനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഒരു പൊട്ടക്കിണറ്റിൽ അതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊരിക്കലും സുഖകരമായ ഒരു അനുഭവമല്ല. കാട് നിറഞ്ഞിരിക്കുന്ന, ചെളി നിറഞ്ഞിരിക്കുന്ന, അതിനുള്ളിൽ എന്തൊക്കെയാണ് കിടക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളതായ കാട് മൂടിക്കിടക്കുന്ന ഒരു പൊട്ടക്കിണറ്റിനകത്തേക്ക് എടുത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതീവ സങ്കടകരമായ ആ സാഹചര്യത്തിൽ കിടക്കുമ്പോഴും യോസേഫിന് ഒരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു: യഹോവ എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. താൻ ധൈര്യത്തോടെ ആ പൊട്ടക്കിണറ്റിൽ കിടന്നു എന്ന് വേണം ചിന്തിക്കാൻ. ഏത് സാഹചര്യത്തിലും പിറുപിറുപ്പില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് വിജയകരമായ ക്രിസ്തീയ ജീവിതമാണ്. അത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഫലകരമായ ക്രിസ്തീയ ജീവിതം ഇതുതന്നെയാണ്. കാട് മൂടിക്കിടക്കുന്ന ഈ പൊട്ടക്കിണറ്റിനുള്ളിൽ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന യൗവനക്കാരനായ യോസേഫിൻ്റെ മനസ്സിലൂടെ എത്രമാത്രം സങ്കടകരമായ ചിന്തകൾ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതീക്ഷകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കഷ്ടതയുടെ മധ്യത്തിലും പ്രതീക്ഷ നൽകുന്നതാണ് ക്രിസ്തീയ ജീവിതം. വലിയവനായ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കുന്നു, എന്നെ കരുതുന്നു, എന്നെ വിടുവിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസവും പ്രതീക്ഷയുമാണ് ദൈവവചനം നമുക്ക് നൽകുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിനുശേഷമായി ഫറവോന്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്തെ യോസേഫ് വിചാരിച്ചു കാണും, ഇതിനേക്കാൾ ഭയാനകമായ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പൊട്ടക്കിണറ്റിൽ കിടന്നിട്ടുണ്ട്, വലിയവനായ ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു കാരാഗ്രഹം എന്നെ തകർക്കാനായിട്ടുള്ളതല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള എൻ്റെ അടുത്ത ചവിട്ടുപടിയാണ് എന്നുള്ളത് സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിയുവാൻ യോസേഫിനിടയായിട്ടുണ്ട്. അതാണ് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നു എന്നെഴുതിയിരിക്കുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം. ദാവീദ് രാജാവ് ഇങ്ങനെ എഴുതി: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഇന്ന് രാവിലെ ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടികളിലും നാം കാണുന്നതായ കഷ്ടതകളുണ്ട്, കണ്ണുനീരുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, അനേക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ കണ്ണുനീരിൻ്റെ ഓരോ ചവിട്ടുപടികളിലൂടെയും നാം കടന്നു പോകുമ്പോൾ 84-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. ഇതത്രേ വിജയകരമായ ക്രിസ്തീയ ജീവിതം. ഇന്നത്തെ ദിവസം അങ്ങനെ അനുഗ്രഹകരമായ ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഷ്ടതയുടെ മധ്യത്തിൽ പാട്ടുപാടുന്ന, കഷ്ടതയുടെ മധ്യത്തിൽ ബലപ്പെടുന്ന, കാലുകൾ പതറാതെ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഉറപ്പോടുകൂടെ ജീവിക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിനായി
ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ യോസേഫിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളിലൂടെ താൻ കടന്നുപോയെങ്കിലും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി എന്നെഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് കൃതാർത്ഥരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പരിശോധനകളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ വിജയം കൈവരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവെ, ആരും പതറിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കഷ്ടതകളുടെ മേൽ, പ്രയാസങ്ങളുടെ മേൽ, കണ്ണുനീരിൻ്റെ മേൽ വിജയം വരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം നൽകുന്നതായ ബലത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.